ബോളിവുഡിലെ ഏറ്റവും മുൻനിരയിലുള്ള ദമ്പതികളെന്ന് വിശേഷിപ്പിക്കുന്ന താരങ്ങളുടെ വിവാഹത്തിന്റെ ബഡ്ജറ്റ് പോലും 100 കോടി രൂപയിൽ താഴെയായിരുന്നു. എന്നാൽ ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും പ്രീ വെഡിങ്ങിന്റെ ബഡ്ജറ്റ് തന്നെ ആയിരക്കണക്കിന് കോടി രൂപയാണ്. അംബാനി കുടുംബം എന്തിനാണ് ഇത്രയധികം പണം പാഴാക്കുന്നതെന്ന് ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാകും. ലോകത്തെവിടെ വെച്ച് വേണമെങ്കിലും ഇവന്റ് നടത്താമായിരുന്നിട്ടും ഗുജറാത്തിൽ വെച്ച് എന്തിനാണ് ചടങ്ങുകൾ നടത്തിയത്? എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ഉണ്ടായിരുന്നത്? ഈ ചടങ്ങിൽ നിന്നുള്ള സ്റ്റേറ്റ് റവന്യൂ എത്രയാണ്? തുടങ്ങി നിങ്ങൾക്കറിയാത്ത നിരവധി കാര്യങ്ങൾ അറിയാനായി വീഡിയോ കാണുക. എല്ലാവർക്കും ഫെമ്മിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് അംബാനിയുടെ ആസ്തി $116 ബില്യൺ ആണെന്ന കാര്യം നിങ്ങൾക്കറിയാമോ? പ്രീ വെഡിങ്ങിനുള്ള ഈ ചെലവ് അദ്ദേഹത്തിന്റെ ആസ്തിയുടെ 0.1% മാത്രമാണ്. ജൂലൈ 12-നാണ് വിവാഹം നിശ്ചയിച്ചിരുന്നതെങ്കിലും പ്രീ വെഡിംഗ് ആയതിനാൽ ഇതൊരു ട്രെയിലർ മാത്രമാണെന്ന് തോന്നുന്നു. ആദ്യം നമുക്ക് അവരുടെ പ്രീ വെഡിങ്ങിന്റെ പ്രത്യേകതകളെക്കുറിച്ച് സംസാരിക്കാം. ഹൈന്ദവ വിശ്വാസപ്രകാരം അന്നസവ എന്ന പേരിൽ ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ചു. മാർച്ച് 1-ന് ആരംഭിച്ച പ്രീ വെഡിംഗ് പരിപാടി അന്നസേവനത്തോടെ ആരംഭിച്ചു. ഇതിനായി ജാംനഗറിലെ റിലയൻസ് ടൗൺഷിപ്പിന് സമീപമുള്ള ജോഗാദ് വില്ലേജിലെ 51,000-ഓളം പേർക്ക് അംബാനി കുടുംബം ഭക്ഷണം വിളമ്പി. അതുപോലെ രാധികയ്ക്കും കുടുംബാംഗങ്ങൾക്കും ആനന്ദ് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വിളമ്പി. അംബാനി കുടുംബം എന്നും ഇത്തരം വിശേഷ അവസരങ്ങളിൽ ഭക്ഷണം വിളമ്പാറുണ്ട്. ആനന്ദ് അംബാനിയുടെയും രാധികയുടെയും പ്രീ വെഡിങ്ങിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു ഇന്ത്യൻ വിവാഹത്തിൽ നിന്നും വ്യത്യസ്തമായ ചരിത്ര സംഭവമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഗുജറാത്തിലെ ജാംനഗറിൽ മാത്രം എന്തിനാണ് 1000 കോടി ചിലവിൽ ഈ ചടങ്ങുകൾ നടത്തിയതെന്നറിയണ്ടേ? അംബാനി കുടുംബത്തിന്റെ ആസ്തി അനുസരിച്ച് ലോകത്ത് ഏത് ഐക്കോണിക് നഗരത്തിലും പട്ടണത്തിലും ഇത് പ്ലാൻ ചെയ്യാൻ കഴിയും. പിന്നെ എന്തുകൊണ്ട് ഗുജറാത്തിലെ ജാംനഗർ തിരഞ്ഞെടുത്തു? അംബാനി കുടുംബം ഗുജറാത്തികളായതുകൊണ്ടാണ് അവർ അവിടം തിരഞ്ഞെടുത്തത്. ഇതിലും പെർഫെക്റ്റായ മറ്റൊരിടം അവർക്ക് വേറെ ഇല്ല. മാത്രമല്ല, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ആളുകളോട് വെഡിങ്ങിന് ഇന്റർനാഷണൽ ലൊക്കേഷനുകൾ തിരഞ്ഞെടുക്കുന്നതിന് പകരം ഇന്ത്യയിലെ തന്നെ ലൊക്കേഷനുകളിൽ വിവാഹം കഴിക്കാൻ അഭ്യർത്ഥിച്ചതും ആനന്ദിൽ വളരെയധികം സ്വാധീനം ചെലുത്തി. അതുകൊണ്ട് നാട്ടിൽ തന്നെ പ്രീ വെഡിംഗ് ചടങ്ങ് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഗുജറാത്തിലെ ജാംനഗർ തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ കാരണം ആനന്ദിന്റെ മുത്തശ്ശി ജനിച്ചത് ജാംനഗറിലായതുകൊണ്ടാണ്. മുത്തശ്ശിയെ ആനന്ദിന് വളരെയധികം ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ ധീരുഭായ് അംബാനിയും പിതാവ് മുകേഷ് അംബാനിയും ജാംനഗറിൽ നിന്നാണ് തങ്ങളുടെ ബിസിനസ് ആരംഭിച്ചത്. അതിനാൽ അവർക്ക് ജാംനഗറിനോട് പ്രത്യേക സ്നേഹമുണ്ട്. ഈ പ്രീ വെഡിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് ഇനി പറയാം. മാർച്ച് 1-ന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായത് പ്രശസ്ത സിംഗർ റിഹാന ജാംനഗറിൽ എത്തിയതാണ്. 70 മുതൽ 75 കോടി വരെയാണ് ഈ പരിപാടിക്കായി ഗായിക റിഹാന ഈടാക്കിയത്. ഈവന്റിനായി ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും 21 മുൻനിര പാചകക്കാരുടെ ഒരു ടീമിനെ വിളിച്ച് ഇവിടെയുള്ള ആളുകൾക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള ഭക്ഷണം തയ്യാറാക്കിയിരുന്നു. 3 ദിവസം നീണ്ടുനിന്ന ഈ പരിപാടിയിൽ 2000-ലധികം പാചകരീതികൾ തയ്യാറാക്കി. തായ്, ജാപ്പനീസ്, മെക്സിക്കൻ, പാർസി തുടങ്ങിയ എല്ലാത്തരം ഭക്ഷണങ്ങളും ഉണ്ടായിരുന്നു. പ്രഭാത ഭക്ഷണത്തിന് 70-ലധികം ഇനങ്ങളും ഉച്ചഭക്ഷണത്തിന് 200-ലധികം ഇനങ്ങളും അത്താഴത്തിന് 275-ലധികം ഇനങ്ങളും ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല, 12-നും 4-നും ഇടയിലുള്ള സമയത്ത് സ്പെഷ്യലൈസ് ചെയ്ത 80-ലധികം ഇനങ്ങൾ ഇവിടെയുള്ള ആളുകൾക്കായി തയ്യാറാക്കിയിരുന്നു. അതായത് ഒരാൾക്ക് ചുറ്റി നടന്ന് വ്യത്യസ്ത വിഭവങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കാം. ഇവിടെയുള്ള അതിഥികൾക്ക് ഇത്രയും സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ കരുതിയാൽ തെറ്റി. കാരണം എല്ലാ അതിഥികൾക്കും പേഴ്സണൽ സർവീസ് നൽകിയിരുന്നു. പേഴ്സണൽ ലോണ്ടറി സേവനം മുതൽ എല്ലാത്തരം സഹായങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഡ്രസ് കോഡ് നടപ്പിലാക്കിയതിന് ശേഷവും അതിഥികളോട് അവർക്ക് സൗകര്യപ്രദമായ ഡ്രസ് കോഡ് ധരിക്കാൻ അംബാനി നിർദ്ദേശിച്ചതായി പറയപ്പെടുന്നു. കാരണം അംബാനി കുടുംബം തങ്ങളുടെ സ്ഥലത്ത് വരുന്ന ഓരോ അതിഥിയും എല്ലാ പരിപാടികളും നന്നായി ആസ്വദിക്കണമെന്നും അങ്ങനെ അവർ ഇവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും അവർക്കൊരു ലൈഫ് ടൈം മൊമെന്റായി മാറണമെന്നും അദ്ദേഹം തന്റെ ഗൈഡ് ബുക്കിൽ സൂചിപ്പിച്ചിരുന്നു. മാർച്ച് 1 മുതൽ 3 വരെ നടന്ന ഈ വലിയ പരിപാടി വളരെ മനോഹരമായി ആസൂത്രണം ചെയ്തതാണ്. എല്ലാ ദിവസവും ഒരു ഇവന്റിനായി ഒരു ഡെഡിക്കേറ്റഡ് ടീം ഉണ്ടായിരുന്നു. അത് തന്നെ എല്ലാ ദിവസവും ഒരു വലിയ ഇവന്റ് പോലെയായിരുന്നു. ആൻ ഈവനിങ് ഇൻ എവർലാൻഡ് എന്നാണ് പരിപാടിയുടെ ആദ്യ ദിനം വിളിച്ചിരുന്നത്. അത് ഗംഭീരമായ കോക്ടെയിൽ പാർട്ടിയോടെ ആഘോഷിച്ചു. ഇതിനുശേഷം 2-ാം ദിവസത്തെ തീം ജിംഗിൾ ഫീവർ ആയിരുന്നു. ഇവിടെ എത്തുന്ന ആളുകൾക്ക് ഡ്രസ് കോഡ് നൽകിയിരുന്നു. ജാംനഗറിലെ പ്രത്യേക അംബാനി അനിമൽ റെസ്ക്യൂ സെന്ററിലാണ് ഇത് സംഘടിപ്പിച്ചത്. ഒരുതരം സഫാരി ആയതിനാൽ കംഫർട്ടബിളായ വസ്ത്രങ്ങളും ഷൂകളും ധരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനുശേഷം പരിപാടിയിൽ പങ്കെടുത്ത അതിഥികൾ ഒരു മേളയിലേക്ക് പോയി അവിടെ രാജ്യത്തെ വിവിധ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. 3-ാം ദിവസം ടസ്കർ ട്രയൽസ്, സിഗ്നേച്ചർ എന്നീ പേരുകളിൽ 2 പ്രോഗ്രാമുകളിൽ അതിഥികൾ പങ്കെടുത്തു. ആദ്യ പരിപാടി ഒരു ഔട്ട്ഡോർ ഇവന്റ് ആയിരുന്നു. അവസാന ഇവന്റിനായിട്ട് അവർ ഹെറിറ്റേജ് ഇന്ത്യൻ വസ്ത്രങ്ങളാണ് ധരിച്ചത്.
എന്നാൽ ഏറ്റവും യൂണിക്കായത് ആനന്ദ് അംബാനിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു. അദ്ദേഹം അത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഈ പദ്ധതിയുടെ പേര് വാൻതാര എന്നാണ്. റിലയൻസ് ഇൻഡസ്ട്രീസും റിലയൻസ് ഫൗണ്ടേഷനും ചേർന്നാണ് സ്റ്റാർ ഓഫ് ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന വാൻതാര ആരംഭിച്ചത്. ഈ പ്രോഗ്രാം അനുസരിച്ച് പരിക്കേറ്റ മൃഗങ്ങളുടെ സുരക്ഷ, അവയുടെ മരുന്നുകൾ, പരിചരണം, പുനരധിവാസം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. വാൻതാര റിലയൻസ് ജാംനഗറിൽ നിർമ്മിച്ച റഫിനറിയുടെ 3000 ഏക്കറിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. രാജ്യത്തെ ഇത്തരത്തിലുള്ള ആദ്യത്തെ ഏറ്റവും വലിയ അനിമൽ റീഹാബിലിറ്റേഷൻ പദ്ധതിയാണിത്. ഈ പ്രദേശം മുഴുവൻ ഒരു ഇടതൂർന്ന വനം പോലെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അവിടെ ആനകൾ പോലെയുള്ള വലിയ മൃഗങ്ങൾക്ക് എല്ലാത്തരം പരിചരണ സൗകര്യങ്ങളുമുണ്ട്. കുട്ടിക്കാലം മുതൽ താൻ ഗണപതിയെ വളരെയധികം ആരാധിച്ചിരുന്നു എന്നാണ് ആനന്ദ് അംബാനി പറയുന്നത്. അതുകൊണ്ട് തന്നെ ആനകളോട് അദ്ദേഹത്തിന് പ്രത്യേക അടുപ്പമുണ്ട്. ഈ ചിന്തയിൽ നിന്നാണ് അദ്ദേഹം ഈ പദ്ധതി ആരംഭിച്ചത്. ഈ പദ്ധതിയിൽ ഇതുവരെ രക്ഷപ്പെടുത്തിയ ആനകളെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും, ചിലത് സർക്കസിൽ നിന്നും, ചിലത് സൂവിൽ നിന്നും, ചിലത് പരിപാലിക്കാൻ കഴിയാത്ത പാപ്പാന്മാരിൽ നിന്നും ഒക്കെയാണ് എടുത്തിരുന്നത്. ആനകൾക്കായി വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേക ഷട്ടറുകളും പോയിന്റുകളും സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ആനകളെ കയറ്റാൻ ക്രെയിൻ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ആനകളെ പരിപാലിക്കാൻ 500-ലധികം ഉപകരണങ്ങളും പരിശീലനം ലഭിച്ച ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട്. മൃഗങ്ങൾക്ക് മാത്രമല്ല, പക്ഷികൾക്കും റെപ്റ്റൈൽസിനും വേണ്ടി ഒരു പുനരധിവാസ കേന്ദ്രം നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ കാണ്ടാമൃഗങ്ങൾ, പുള്ളിപ്പുലികൾ എന്നിവയ്ക്കൊപ്പം പരിക്കേറ്റ മറ്റ് നിരവധി മൃഗങ്ങളെയും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, വിദേശത്തു നിന്നും മൃഗങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് പരിപൂർണമായി പരിപാലിക്കുന്നുണ്ട്. മൃഗങ്ങൾക്കും പക്ഷികൾക്കുമായി ഇവിടെ ഹൈടെക് ആശുപത്രിയും നിർമ്മിച്ചിട്ടുണ്ട്. ഏകദേശം 25,000 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് ഈ ആശുപത്രി നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ 650 ഏക്കറിൽ റീഹാബിലിറ്റേഷൻ സെന്ററും നിർമ്മിച്ചു. ഇന്ന് 13 ഇനങ്ങളിൽപ്പെട്ട 2000-ലധികം ജീവികളെ ഇവിടെ പരിപാലിക്കുന്നുണ്ട്. ആനകളും പുള്ളിപ്പുലികളും കടുവ, സിംഹം, മാൻ തുടങ്ങിയ മൃഗങ്ങളും, മുതലകൾ, പാമ്പ്, ആമകൾ തുടങ്ങിയവയുമൊക്കെ ഇവിടെയുണ്ട്. തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 1000-ലധികം മുതലകളെ കൊണ്ടുവന്ന് അനിമൽ റെസ്ക്യൂവിൽ പാർപ്പിച്ചിട്ടുണ്ട്. റീഹാബിലിറ്റേഷൻ സെന്റർ നിയന്ത്രിക്കാൻ 2100-ലധികം ജീവനക്കാർ ഇവിടെയുണ്ട്. ചടങ്ങിന് ഏകദേശം ഒരാഴ്ച മുമ്പ് ഗുജറാത്തിലെ ജാംനഗർ പൂർണ്ണമായും സെലിബ്രിറ്റികൾക്കായി മാത്രം ബുക്ക് ചെയ്തിരുന്നു. വിവാഹത്തിന് മുന്നോടിയായി അംബാനി കുടുംബത്തിന്റെ നാട് മനോഹരമായി അലങ്കരിച്ചു. മാർച്ച് 5-ഓടെ ജാംനഗർ മാത്രമല്ല, ഗുജറാത്തിലെ ഹോട്ടലുകളെല്ലാം ഹൗസ്ഫുൾ ആകുന്ന സ്ഥിതിയിലായി. ഹോട്ടലുകൾക്കൊപ്പം റിസോർട്ടുകളും ബുക്കിങ്ങിന് ലഭ്യമായിരുന്നില്ല. മാർച്ച് 1 മുതൽ 3 വരെയുള്ള ജാംനഗറിലെ റിലയൻസ് ഗ്രീൻസിൽ ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും പ്രീ വെഡിംഗ് ചടങ്ങ് സംഘടിപ്പിച്ചു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലും വിദേശത്തുമായുള്ള വലിയ താരങ്ങളെ ക്ഷണിച്ചിരുന്നു. ഇന്ത്യയിലും വിദേശത്തുമായി 1000-ലധികം പേർ പങ്കെടുത്തപ്പോൾ കൂടുതൽ VIP-കളെ ഈ ചടങ്ങിന് ക്ഷണിച്ചിരുന്നെങ്കിൽ ഗുജറാത്തിലെ ഹോട്ടലുകളുടെ സ്ഥിതി എന്താകുമായിരുന്നു? ഈ പ്രീ വെഡിങ്ങിൽ നിന്ന് ലഭിക്കുന്ന സ്റ്റേറ്റ് റവന്യൂ എത്രയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വിവാഹ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവരായാലും ബന്ധുക്കളായാലും ഈ ആളുകൾക്ക് വിവാഹ സ്ഥലത്ത് എത്താൻ ബസ്, കാറ്, ഷട്ടിൽ എന്നിവയൊക്കെയാണ് പൊതുവെ തയ്യാറാക്കുന്നത്. എന്നാൽ അംബാനിയുടെ മകന്റെ പ്രീ വെഡിങ്ങിന് ഷട്ടിൽ സേവനങ്ങളും വിമാനങ്ങൾ വഴിയായിരുന്നു. മാർച്ച് 1-ന് 160ഓളം ഫ്ലൈറ്റുകളും, മാർച്ച് 2-ന് ഏകദേശം 70 ഫ്ലൈറ്റുകളും, മാർച്ച് 3-ന് 100-ലധികം ഫ്ലൈറ്റുകളും, 70 മുതൽ 75 വരെ അന്താരാഷ്ട്ര വിമാനങ്ങളും ഉണ്ടായിരുന്നു. മാർച്ച് 1 മുതൽ 3 വരെ ആഭ്യന്തര വിദേശ വിമാനങ്ങളുടെ താവളമായി ഗുജറാത്ത് തുടർന്നു. വിദേശ രാജ്യങ്ങളിൽ ദുബായിൽ നിന്ന് ജാംനഗറിലേക്ക് എല്ലാ ദിവസവും വിമാനങ്ങൾ തയ്യാറാക്കിയിരുന്നു. ദുബായിൽ നിന്ന് മാത്രമല്ല, ലണ്ടൻ, അമേരിക്ക, സിംഗപ്പൂർ തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ നിന്ന് എയർ ഷട്ടിൽ ഓടിച്ചിരുന്നു. മാർച്ച് 3-ന് സൂപ്പർ താരങ്ങളായ അമിതാഭ് ബച്ചനും രജനീകാന്തും ജാംനഗറിലെത്തി. ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ VIP-കൾക്കായി മാർച്ച് 1 മുതൽ മാർച്ച് 3 വരെ 300-ലധികം വിമാനങ്ങളുടെ നീക്കങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ മാർച്ച് 4 മുതൽ സെലിബ്രിറ്റികളുടെയും VIP-കളുടെയും മടങ്ങിവരവ് ആരംഭിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായിയുടെ മകന്റെ പ്രീ വെഡിംഗ് അങ്ങനെ വലിയൊരു ആഘോഷമായി മാറി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ, ജയ് ഹിന്ദ്.